ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ SSC GDയുടെ റീസണിങ്ങിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അതിനകത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കുറേ ആളുകൾ അതിൽ കമന്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒന്നുകൂടി വൃത്തിയായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റും അതുപോലെ തന്നെ ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഈ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, ബ്ലഡ് റിലേഷൻ കുറച്ച് പാടായിട്ട് തോന്നി. ചില ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും, പക്ഷേ ചില ആളുകൾക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ടോപ്പിക്കുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുകയും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യുക തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീസണിംഗ് എന്ന് പറയുന്നത് ഒരു ടഫസ്റ്റ് ടോപ്പിക്കേ അല്ല. ചില ആളുകൾക്ക് ഒട്ടും പാടില്ല, അവർക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന ടോപ്പിക്കാണ്. പക്ഷേ സമയം കളയാതെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് റീസണിങ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈമിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 40 മാർക്ക് കിട്ടും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഉള്ള ടോപ്പിക്കിൽ, അതായത് നമ്മുടെ ഈ 4 ഡിവിഷൻസിൽ റീസണിങ് ആണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ കട്ട് ഓഫ് ഇപ്പോൾ ബോയ്സിന്റെ ഒക്കെ കട്ട് ഓഫ് 60 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ 40 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് റീസണിങ്ങിൽ നിന്ന് സാധിച്ചാൽ വളരെ എളുപ്പം നമുക്ക് കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ഓഫ് എന്ന് പറയുന്നില്ല, മാക്സിമം മാർക്ക് മേടിക്കുക, 100 ആൻഡ് എബോവ് മാർക്ക് മേടിക്കുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ തന്നെ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയാമോ, നമ്മുടെ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത് എന്ന് പറയുന്ന ഈ 4 ഡയറക്ഷൻസിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അതായത് നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കോഡിങ്, അനലോഗി, സീരീസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഡയറക്ഷനിൽ നിന്ന് സാധാരണ SSCയുടെ റീസണിങ്ങിൽ ചോദിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഡയറക്ഷൻസ് പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പോൾ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത് ഇത് പഠിച്ചു വെക്കാൻ VNS എന്നുള്ള ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ആളുകളെ ഇപ്പൊ ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ കുറെ ആളുകൾ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ്ട മക്കളെ, ഇങ്ങനല്ലേ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങനല്ലേ. ഓക്കെ, ഇനി നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ഇപ്പം എയുടെ റൈറ്റിലാണ് B വരുന്നത്, അല്ലെങ്കിൽ എക്സിന്റെ റൈറ്റിലാണ് M വരുന്നത്. അപ്പൊ ലെഫ്റ്റും റൈറ്റും അറിഞ്ഞു. ഇപ്പൊ നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഏതാണോ അത് തന്നെയാണ് ലെഫ്റ്റ്, നമ്മുടെ റൈറ്റ് ഏത് തന്നെയാണോ അത് തന്നെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളുടെ ലെഫ്റ്റും റൈറ്റും പഠിച്ചു വെച്ചേക്കണം. നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റ് റൈറ്റും കൺഫ്യൂഷൻ വരുമോ? ഇല്ല. നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ലെഫ്റ്റ് ഏതാണോ അത് തന്നെയാണ് ലെഫ്റ്റ് നമ്മുടെ. അപ്പം ഇപ്പൊ എയുടെ റൈറ്റിലാണ് B വരുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി എമ്മിന്റെ ലെഫ്റ്റിലാണ് L വരുന്നത്, എമ്മിന്റെ ലെഫ്റ്റിലാണ് ആര് വരുന്നത്, L വരുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ചില സമയത്ത് 2 പാരലൽ റോസ് ആയിരിക്കും. 2 പാരലൽ റോസ്. ഇപ്പൊ ഇതാ 3 പേര് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, 3 പേര് ഇതാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഡയറക്ഷൻ, ഇപ്പൊ താഴേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? സൗത്ത് ഡയറക്ഷനിലാണ് അല്ലെ. അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ഏതാ, നോർത്ത് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് ആളുകൾ ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ആൾ സൗത്ത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എങ്ങോട്ടാ ഫേസ് ചെയ്യേണ്ടത്? താഴേക്കാണ് ഫേസ് ചെയ്യേണ്ടത്. നോർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? മുകളിലേക്കാണ് ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്ന് മനസ്സിലായിട്ടിരിക്കണം. അപ്പൊ നോർത്തിലോട്ട് ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റും റൈറ്റും കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ സൗത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ലെഫ്റ്റ് വരുന്നത്? സൗത്തിലോട്ട് വരുമ്പോൾ ഒരാൾ ഇങ്ങനെ സൗത്തിലേക്കായിരിക്കും. അപ്പൊ സൗത്തിലോട്ട് ഇരിക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്, റൈറ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോ എയുടെ ലെഫ്റ്റിലാണ് B എന്ന് പറഞ്ഞാൽ A ഇവിടെ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. എയുടെ ലെഫ്റ്റിലാണ് B എന്ന് പറഞ്ഞാൽ സൗത്തിലോട്ട് ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റ് എവിടാ? ഇവിടെയാ വരും. കണ്ടോ? പറഞ്ഞോ, എയുടെ ലെഫ്റ്റിലാണ് B. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തി പോകേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് സർക്കുലർ അറേഞ്ച്മെന്റ്. സർക്കുലർ അറേഞ്ച്മെന്റിൽ എല്ലാവരും ഫേസിംഗ് ടു ദ സെന്റർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നോക്കിയിരിക്കേണ്ടതാ? ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഫേസിംഗ് ടു ദ സെന്റർ എന്ന് പറയുമ്പോൾ സെന്ററിലേക്കാണ് ഫേസ് ചെയ്തിരിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയെടുക്കാമെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വരാം, അത് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ തെറ്റ് വരാനുള്ള ചാൻസ് ഇല്ല. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച്
പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, 7 പീപ്പിൾസ്, 7 ആളുകൾ, ABLMNS ആൻഡ് T ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് നോർത്ത്. 7 ആളുകൾ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമൊന്നുമില്ല. 1 2 3 4 5 6 7 ആളുകൾ നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. എന്താണ്? സെയിം ഓർഡറിലല്ല. ഓൺലി 3 പീപ്പിൾ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ഈ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 3 പീപ്പിൾ, ഓൺലി എന്നുള്ളതിന്റെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്യുക. ഓൺലി 3 പീപ്പിൾ സിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി. ടി ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ടിയുടെ ലെഫ്റ്റിലേക്ക് ആരേ ഉള്ളൂ? ഓൺലി 3 പീപ്പിൾസ്. 3 പീപ്പിളിനെ ഞാൻ ഇവിടെ ഇട്ടു. ഓൺലി വീണ്ടും ഓൺലി ബി സിറ്റ് ടു ദ റൈറ്റ് ഓഫ് എ. ബി സിറ്റ് ടു ഓൺലി ബി, ഓൺലി എന്ന് വെച്ചാൽ അയാൾ മാത്രമേ ഉള്ളൂ. ഓൺലി ബി സിറ്റ് ടു ദ റൈറ്റ് ഓഫ് എ. എയുടെ റൈറ്റിൽ, എ ഇവിടെ ആണെങ്കിൽ മാത്രമല്ലേ എയുടെ റൈറ്റിൽ ബി മാത്രം വരത്തുള്ളൂ. ശരിയല്ലേ? വളരെ ക്ലിയർ ആണല്ലോ? ആണ്. ഇനി നോക്ക് അടുത്ത ഓൺലി 3 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് എസ്. എക്കും എസിനും ഇടയ്ക്ക് 3 പീപ്പിൾസ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരണം പറഞ്ഞേ? എസ് ഇവിടെ വന്നാൽ മതി അല്ലേ? 3 പീപ്പിൾ വരത്തില്ലേ? 1 2 3. ഓക്കെ, അപ്പോൾ എസിനെയും അറേഞ്ച് ചെയ്തു. ഓക്കെ, ദെൻ എൽ സിറ്റ്സ് അറ്റ് സം പ്ലേസ് ടു ദ ലെഫ്റ്റ് ഓഫ് എൻ. അപ്പൊ എല്ല് വരേണ്ടത് എവിടാണ്? എല്ല് സിറ്റ് അറ്റ് സം പ്ലേസ് ടു ദ ലെഫ്റ്റ് ഓഫ് എൻ. എന്നിന്റെ ലെഫ്റ്റിൽ എവിടെ വേണമെങ്കിലും ആര് വരാം? എല്ല് വരാം. പക്ഷെ എന്താണ്? ലെഫ്റ്റ് ഓഫ് എൻ, ബട്ട് അറ്റ് സം പ്ലേസ് ടു ദ റൈറ്റ് ഓഫ് എം. എമ്മിന്റെ റൈറ്റിലാണ് വരേണ്ടത്. എമ്മിന്റെ റൈറ്റിലാണ് എല്ല്. അപ്പൊ എല്ല് ഇവിടെ വന്നെങ്കിൽ മാത്രമേ, എമ്മിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തില്ലേ, എമ്മിന്റെ റൈറ്റിലാണ് എല്ല് വരേണ്ടത്. കൂടാതെ എന്ത് പറയുന്നു? എൽ സിറ്റ് അറ്റ് സം പ്ലേസ് ടു ദ ലെഫ്റ്റ് ഓഫ് എൻ. എന്നിനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്നിന്റെ എവിടാണ്? എന്നിന്റെ ലെഫ്റ്റിലുമാണ് എല്ല് വരുന്നത്, എമ്മിന്റെ റൈറ്റിലുമാണ് എല്ല് വരുന്നത്. നമുക്ക് ആകെ ഈ 3 പ്ലേസുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അറേഞ്ച് ചെയ്ത് വന്നപ്പം ഈ 3 പ്ലേസുകളിൽ ഇവർ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് വരേണ്ടത്. നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിന്റെ റൈറ്റിലാണ് എല്ല് വരേണ്ടതെന്ന് പറയുന്നു, എന്നിന്റെ ലെഫ്റ്റിലാണ് എല്ല് വരേണ്ടതെന്ന് പറഞ്ഞു. ഏത് പ്ലേസ് ആയാലും കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തു. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എം ആൻഡ് എൻ. എമ്മിനും എന്നിനും ഇടയ്ക്ക് എത്ര ആളുകൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എം ആണ് ഇവിടെ ഇരിക്കുന്നു, എൻ ആണ്, എം ഇവിടെയാണ്, എൻ ഇവിടെയാണ്. കൗണ്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് 1 2 3 ആളുകൾ. ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ സംശയങ്ങൾക്കൊന്നും ഇടയില്ല. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതേ ഉള്ളൂ. 8 പീപ്പിൾ ആർ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസാണ്. 8 പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ 2 പാരലൽ റോസ്. 2 പാരലൽ റോസ് കണ്ടോ? 2 പാരലൽ റോസ് containing 4 people each in such a way that there is equal distance between adjacent. 2 റോയിലായിട്ടാണ് 8 പേര്, 4 ആൾക്കാരെ വീതം ഇരുത്തുന്നത്. ഇനി അതിൽ ഒന്നാമത്തെ റോയിൽ ആളുകൾ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സൗത്തിലേക്കാണ്. ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് സെക്കൻഡ് റോ. അപ്പോൾ 4 ആളുകളെ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇരുത്തി. ഓക്കെ, 4 ആളുകളെ നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇരുത്തി. ഓക്കെ, സൗത്തിലോട്ട് പ്ലേസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാ? ഡിയും ഇയും ഒയും എസുമാണ്. നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ആളുകൾ ആരാ? എഫും എയും ആറും എമ്മും. ഇനി ഇവരെവിടെ വരണം എന്നുള്ളത് ബാക്കിയുള്ളത് വായിച്ചാൽ നമുക്ക് കിട്ടും. ഓൺലി, വീണ്ടും ഓൺലി എന്നുള്ള വാക്ക്, ഓൺലി ഡി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഓൺലി ഡി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഡി ഒക്കെ വരുന്നത് എവിടാ? സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓൺലി ഡി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. അപ്പൊ ഈ ഇവിടെ നിന്നാൽ മാത്രമല്ലേ ഓൺലി ഡി ദ ലെഫ്റ്റ് ഓഫ് ഇ വരത്തുള്ളൂ. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ? ഓൺലി ഡി സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഓൺലി ആർ സിറ്റ്സ്, വീണ്ടും ഓൺലി ആർ സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ഓൺലി ആർ ലെഫ്റ്റ് ഓഫ് എ. ഇപ്പൊ എ ഇവിടെയാണ്. ഇപ്പൊ നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്ന ആളുടെ ലെഫ്റ്റിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല, നമ്മൾ ഇരിക്കുന്നതിന്റെ കറക്റ്റ് ലെഫ്റ്റ്. അപ്പൊ എയുടെ ലെഫ്റ്റിൽ 6 വരുന്നത് കൃത്യമായിട്ട് നമ്മൾ വരച്ചു. അതുപോലെ തന്നെ ഇയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ സൗത്തിലാണ്, അതുകൊണ്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? നോർത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. എന്താ വരുന്നത്? ഇവിടെയാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെയോട്ട് നമ്മൾ ഇത് വരച്ചു. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്താ? ഓൺലി 1 person സിറ്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് എഫ്. എക്കും എഫിനും ഇടയ്ക്ക് ഓൺലി 1 പേഴ്സണേ ഉള്ളൂ. അപ്പൊ എഫിനെ ഇവിടെ പ്ലേസ് ചെയ്താൽ പിന്നെ ഒരാളെ ഉള്ളൂ പെൻഡിങ്. ആരാ? എം. അത് ഇവിടെ ക്ലിയർ ആയി. ഇനി ഓൺലി 1 person സിറ്റ്സ് ബിറ്റ്വീൻ ഡി ആൻഡ് ഒ. ഡി ഇവിടെ ഉണ്ട്, അപ്പോൾ ഒ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലി 1 പേഴ്സണേ ഉള്ളൂ, പിന്നെ ഒരാളെ ഉള്ളല്ലോ പെൻഡിങ്. ആരാണ്? എസ്.
ഇനി എന്താ ക്വസ്റ്റ്യൻ അവസാനം? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ബോത്ത് പീപ്പിൾ ഫേസിങ് ഈച്ച് അതർ? അതായത് ഈ ഓപ്ഷനകത്ത് ഫേസിങ് ഈച്ച് അതർ ആയിട്ട് വരുന്ന ഏതൊക്കെ പീപ്പിൾ ഉണ്ട്? ഇയും എയും ഫേസിങ് ഈച്ച് അതർ ആണോ? അല്ല. ഇ ആൻഡ് ആർ, ഇയും ആറും ഫേസിങ് ഈച്ച് അതർ ആണോ? അല്ല. ഇ ആൻഡ് എം ശരിയാണ്. ഇയും എമ്മും നോക്കിയ പിള്ളേരെ, ദാ ഇയും എമ്മും ഫേസിങ് ഈച്ച് അതർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നിങ്ങൾ വൃത്തിയായി പഠിച്ചു വെക്കേണ്ടത്. ഏതാ? VNS അറിയാമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് നോർത്തിലോട്ട് ഫേസ് ചെയ്യുന്നത്? നോർത്തിലോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, സൗത്തിലോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഇനി നോർത്തിന്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ല, നമ്മുടെ ലെഫ്റ്റും നമ്മുടെ റൈറ്റും. ഓക്കെ, നമ്മൾ ഇരുന്ന് വരയ്ക്കുമ്പോൾ സൗത്തിലാവുമ്പം എന്താണ്? ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു വരും എന്ന് മാത്രം പഠിക്കുക. എന്താണ്? സൗത്തിലോട്ടാവുമ്പം ലെഫ്റ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്, റൈറ്റ് ഇപ്പുറത്താണ് വരുന്നത്. അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇരുത്തുകയും ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് സർക്കുലർ സീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സീറ്റിങ്ങിനാണ് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സീറ്റിങ്ങും ബ്ലഡ് റിലേഷനുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് അതൊന്നുകൂടെ പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നോക്കേ, KLMNOP and Q are sitting around a circular table facing the center. ദാ 7 ആളുകൾ അല്ലേ? 1 2 3 4 5 6 7 ആളുകൾ കണ്ടോ? 7 ആളുകളല്ലേ? KLMNOPQ. ഓക്കെ, 7 ആളുകൾ. ഓക്കെ മക്കളെ, 7 ആളുകളെ ഞാനൊന്ന് പ്ലേസ് ചെയ്യാനായിട്ട് പോകും. 7 ആളുകളുണ്ട്. ശരി, ഈ 7 ആളുകളെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? M sits second to the right of L. ഇപ്പൊ എല്ലിനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഞാൻ സപ്പോസ് എല്ലിനെ ഇവിടെ പ്ലേസ് ചെയ്താൽ എല്ലിന്റെ സെക്കൻഡ്സ് ടു ദ റൈറ്റിലാണ് ആര് വരുന്നത്? എം വരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലിന്റെ റൈറ്റ് ലെഫ്റ്റ് ഇങ്ങോട്ടേക്കും റൈറ്റ് അങ്ങോട്ടേക്കുമാണ്. അപ്പോൾ 1 2 സെക്കൻഡ് ടു ദ റൈറ്റിലാണ് എം വരുന്നത്. ഞാൻ മാർക്ക് ചെയ്തു. ഇനി എന്താ പറയുന്നത്? അടുത്ത എന്താ? സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എൽ. Q സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എം. എമ്മിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് Q വരുന്നത്. അപ്പോൾ അത് തർക്കമൊന്നുമില്ല, അത് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി എന്താണ്? Q ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് Q സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എം. O സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് K. O സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഒയെ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ, ഒ ഇവിടെ അല്ല, K ഇവിടെ വരയ്ക്കുവാണെങ്കിൽ O സിറ്റ് ചെയ്യുന്നത് Kയുടെ ഫോർത്ത് ടു ദ റൈറ്റ് ആണെന്ന് പറയാം. അപ്പൊ K ഇവിടെ 1 1 2 3 4. O എവിടെ വരാം? ഇവിടെ വരാം. ഓക്കെ, അതും അങ്ങ് രേഖപ്പെടുത്തി. നമ്മൾ ഏകദേശം വരയ്ക്കുവാണ്, അത്രേ ഉള്ളൂ കേട്ടോ. O സിറ്റ്സ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് K. N സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് P. ഓക്കെ, N സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് P. N ഇരിക്കുന്നത് ഇപ്പൊ P ഇവിടെ ആണെങ്കിൽ പിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നതെന്ന്? N ഇരിക്കുന്നത്. വളരെ ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് N വിത്ത് റെസ്പെക്ട് ടു L? അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് N വിത്ത് റെസ്പെക്ട് ടു L എന്ന് ചോദിച്ചാൽ എല്ലിൽ നിന്ന് നോക്കുമ്പോൾ N എവിടെയാണെന്നാണ് അർത്ഥം. ക്വസ്റ്റിന്റെ മീനിങ് ആണ്. അറിയാൻ മേലാത്തവർ അതൊന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് N വിത്ത് റെസ്പെക്ട് ടു L? അതായത് എല്ലിൽ നിന്ന് നോക്കുമ്പോൾ N എവിടെ നിൽക്കുന്നു? എല്ലിൽ നിന്ന് നോക്കുമ്പോൾ N എവിടെ നിൽക്കുന്നത് മക്കളെ? എല്ലിന്റെ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലല്ലേ നിൽക്കുന്നത്. അപ്പൊ എന്താണ്? അതാണ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ്. സെക്കൻഡ് ടു ദ ലെഫ്റ്റിലാണ് ആര് വരുന്നത്? ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം N വരുന്നത് അല്ലെ? എല്ലിൽ നിന്ന് നോക്കുമ്പോൾ N എവിടെ നിൽക്കുന്നത്? സെക്കൻഡ് ടു ദ ലെഫ്റ്റ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആദ്യം ഇവരെ ഇരുത്തുന്നത്, അറേഞ്ച് ചെയ്യുന്ന രീതി പഠിക്കുക. അത് ലീനിയർ ആയിട്ടാണ്. ഫേസിങ് നോർത്ത് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിൽ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഓൺലി 3% ലെഫ്റ്റ് അല്ലെ ഓൺലി 1% റൈറ്റ് എന്ന് പറയുന്ന ആ ടേമുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിങ് 2 പാരലൽ റോയിൽ ഇരുത്തുമ്പോൾ ഫേസിങ് സൗത്തും ഉണ്ടായിരുന്നു, ഫേസിങ് നോർത്തും ഉണ്ടായിരുന്നു. അത് ആ രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയും ലെഫ്റ്റും റൈറ്റും എടുക്കുന്നത് തിരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ സർക്കുലർ അറേഞ്ച്മെന്റ്, അവിടെയും ലെഫ്റ്റും റൈറ്റും എടുക്കുന്നത് തിരിഞ്ഞു പോകരുത്. ഫേസിങ് ടു ദ സെന്റർ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഐഡിയ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി പ്രശ്നം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒന്നുകൂടി ചെയ്തത്. അപ്പോൾ ഇന്ന് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബ്ലഡ് റിലേഷൻ ആണ് മക്കളെ. ബ്ലഡ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ബ്ലഡ് റിലേഷൻ പറയുവാണെങ്കിൽ കുറേ പേര് ചോദിച്ചതാണ്, സർ ബ്ലഡ് റിലേഷൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ കുറച്ച് സിമ്പിൾസ് പഠിച്ചാൽ, ഞാൻ ഇന്നലെ അത് പറഞ്ഞു തന്നായിരുന്നു, സിമ്പിൾസ് പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ
മെയിലിനെയാണ് കാണിക്കുന്നത്. മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ ഫീമെയിലിനെയാണ് കാണിക്കുന്നത്. ഡബിൾ ലൈൻ കാണിക്കുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെയാണ്. ഇനി അതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ സണ്ണ് ഡോട്ടർ റിലേഷനെയാണ് കാണിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ചില ആളുകൾ ചോദിക്കും, സാർ ഇത് എന്തിനാ? ഇപ്പം നമുക്ക് ജനറേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ജനറേഷൻ ഇത് വരയ്ക്കാതെയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കൺഫ്യൂഷൻ വരാതെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ചെയ്യുന്നവർ അല്ലാതെ ചെയ്തോളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാൾ പുരുഷനാണ്. എനിക്ക് സിമ്പിളായിട്ട് മെയിലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയില്ലേ? എയുടെ ഭാര്യയാണ് ബി അല്ലേ? ഇതാ എയുടെ വൈഫാണ് ബി. അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എയ്ക്കും ബിക്കും ഒരു മകനും മകളും ഉണ്ട്. അപ്പൊ സണ്ണും ഡോട്ടറും ഉണ്ടെങ്കിൽ എങ്ങനെ താഴേക്ക് അവരുടെ പേരറിയത്തില്ലെങ്കിൽ ഒരു കൊച്ചു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. എയുടെയും ബിയുടെയും മകനെയും മകളെയും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? അവർ തമ്മിൽ സഹോദരങ്ങളല്ലേ? ഇനി എയുടെ ഫാദർ ആണ് എക്സ്. എടോ വളരെ കൃത്യമായിട്ട് ഇതേത് ജനറേഷനാ, ഇതേത് ജനറേഷനാ, ഇതേത് ജനറേഷനാ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഡയഗ്രത്തിന്റെ സിമ്പിൾ അറിയാമെങ്കിൽ നമ്മുടെ പരിപാടി വളരെ എളുപ്പമാണെന്ന്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്ന് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. എന്താ? പി ഈസ് ദ ബ്രദർ ഓഫ് ആർ. പി ഈസ് ദ ബ്രദർ ഓഫ് ആർ. വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. പി ഈസ് ദ ബ്രദർ ഓഫ് ആർ. നമ്മുടെ ഡയഗ്രാം വെച്ച് പി ഈസ് ദ ബ്രദർ ഓഫ് ആർ. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ശരിയല്ലേ? ക്യൂ അപ്പൊ താഴത്തെ ക്യൂവിന്റെ ജനറൽ പറഞ്ഞിട്ടില്ല. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. എസ് ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. എസ് ഈസ് ദ വൈഫ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് കൊണ്ട് എസ് ഫീമെയിൽ ആണ്, ഇത് മെയിൽ ആണ്. എസ് ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം റെപ്രസെന്റ് ചെയ്തു. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. പി ഈസ് ദ ബ്രദർ ഓഫ് ആർ. തർക്കമൊന്നുമില്ല, പി പുരുഷനാണ്, മാർക്ക് ചെയ്തു. ബ്രദർ ഓഫ് ആർ കാണിച്ചു. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. അപ്പൊ ആർ പുരുഷനാണ്, ഫാദർ ആയതുകൊണ്ട് ക്യൂവിനെ താഴെ വരച്ചു, കാരണം ജനറേഷൻ താഴെയാണ് വരുന്നത്. പിന്നെന്താ? ക്യൂ ഈസ് ദ വൈഫ് ഓഫ് എസ്. ഈസ് ദ വൈഫ് ഓഫ് ക്യൂ. എസ് എന്ന് പറയുന്നത് ക്യൂവിന്റെ വൈഫാണ്. അപ്പൊ ക്യൂ പുരുഷനും എസ് ഫീമെയിലുമാണ്. അവർ തമ്മിൽ എന്താ? ഡബിൾ ലൈൻ വരച്ച് റെപ്രസെന്റ് ചെയ്തു. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ടി ഈസ് ദ ഡോട്ടർ ഓഫ് എസും മാർക്ക് ചെയ്തു. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ അർത്ഥം? ടിയുടെ ആരാണ് പി എന്നല്ലേ? ഹൗ ഈസ് പി റിലേറ്റഡ് ടു ടി എന്ന് വെച്ചാൽ പിയുടെ ആരാണ് ടി എന്നല്ല, ടിയുടെ ആരാണ് പി. ടിയുടെ ആരാ മക്കളെ പറഞ്ഞേ? ടിയുടെ അച്ഛന്റെ ബ്രദർ അല്ലേ? അല്ലേ? ടിയുടെ അച്ഛന്റെ ബ്രദർ. ഫാദേഴ്സ് ബ്രദർ അല്ലേ? ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. എന്താണ്? ഇങ്ങനെ സിമ്പിൾസ് തന്നിട്ട് ഒരു പാടുമില്ല, ഇത് മാത്രം അങ്ങ് റെപ്രസെന്റ് ചെയ്ത് പോയാൽ മതി. അതാണ്ട് ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇതങ്ങ് റെപ്രസെന്റ് ചെയ്ത് പോയാൽ മതി. എ പ്ലസ് ബി എന്താണ്? പ്ലസ് എന്തിനെ കാണിക്കുന്നു? മൈനസ് എന്തിനെ കാണിക്കുന്നു? സ്റ്റാർ എന്ന് പറഞ്ഞ സിമ്പിൾ എന്തിനെ കാണിക്കുന്നു? ഡിവിഷൻ ഏത് റിലേഷൻഷിപ്പിനെ? പ്ലസ് എന്തിനെയാ കാണിക്കുന്നത്? ബ്രദർ എന്ന് പറഞ്ഞ റിലേഷനെയാ. മൈനസ് എന്തിനെയാ? സിസ്റ്റർ. ഇൻറ്റു എന്തിനെയാ? മദർ. ഡിവിഷൻ എന്തിനെയാ? ഫാദറിനെയാ. അപ്പൊ അത് നോക്കി നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? എം പ്ലസ് എൻ അങ്ങ് മാർക്ക് ചെയ്യുന്നു. എന്താ മക്കളെ എം പ്ലസ് എൻ? എം ഈസ് ദ ബ്രദർ ഓഫ് എൻ. എം ഈസ് ദ ബ്രദർ ഓഫ് എൻ. മാർക്ക് ചെയ്തു. എം ഈസ് ദ ബ്രദർ ഓഫ് എൻ. ഇനി എൻ മൈനസ് ഒ. മക്കളെ എന്താണ് എൻ മൈനസ് ഒ? എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ. എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ. മാർക്ക് ചെയ്തു. ഇനി ഒ ഇൻറ്റു പി. എന്താ മക്കളെ ഒ ഇൻറ്റു പി? ഒ ഈസ് ദ മദർ ഓഫ് പി. ഒ ഈസ് ദ മദർ ഓഫ് പി. കേട്ടോ? ഒ ഈസ് ദ മദർ ഓഫ് പി. ഒ ഇൻറ്റു പി എന്ന് വെച്ചാൽ ഒ ഈസ് ദ മദർ ഓഫ് പി. ഇനി പി ഡിവിഷൻ ക്യൂ. എന്താടാ പി ഡിവിഷൻ ക്യൂ എന്ന് വെച്ചാൽ പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. എല്ലാ ജനറേഷൻ ഉൾപ്പെടെ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് വ്യക്തമായില്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ ഈസ് എം റിലേറ്റഡ് ടു പി എന്ന് വെച്ചാൽ പിയുടെ ആരാണ് എം എന്നാണ്. പിയുടെ ആരാടാ മക്കളെ എം? പിയുടെ അമ്മയുടെ ബ്രദർ അല്ലേ? എന്താ? മദേഴ്സ് ബ്രദർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണം. ചിലപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് കയറി ചെയ്യുമ്പം ചില മിസ്റ്റേക്സ് ഒക്കെ വരാം. അത് സ്വാഭാവികമാണ്. നമ്മൾ പെട്ടെന്ന് ചാടി കയറി ചെയ്യുമ്പം അത് എല്ലാവരും ചെയ്യും. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്തൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ റീസണിങ്ങിന്റെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ഈ 2025 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. അതിൽ കണ്ട ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇത് സിമിലർലി അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. എന്താണ് പി പ്ലസ് ക്യൂ? എന്താണ് പി പ്ലസ് ക്യൂ?
P is the daughter of Q. P is the daughter of Q. P plus Q, P is the daughter of Q. ഇനി എന്താ Q minus R. എന്താണ് Q minus R? Q is the brother of R. Q is the brother of R. ഇനി R into S. എന്താണ് R into S? R is the wife of S. R is the wife of S. R is the wife of S. ഇനി എന്താ S divided by T. എന്താ S is the father of T. S is the father of T. ഡയഗ്രാം വളരെ വ്യക്തമായിട്ട് വരച്ചു. ഇനി എന്താ ഹൗ ഈസ് P റിലേറ്റഡ് ടു T? P റിലേറ്റഡ് ടു T. ടിയുടെ ആരാണ് P? ടിയുടെ ആരാ P? ടിയുടെ അമ്മയുടെ ബ്രദറിന്റെ മകളാണ് അല്ലേ? അല്ലേ? ബ്രദേഴ്സ് ഡോട്ടർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ടിയുടെ ആരാണ് P? ടിയുടെ അമ്മയുടെ ബ്രദറിന്റെ ബ്രദേഴ്സ് വൈഫ് ബ്രദേഴ്സ് ഡോട്ടർ. ബ്രദേഴ്സ് ഡോട്ടർ അല്ല, മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ആണ്. ചാടിക്കറി അങ്ങനെ ആൻസർ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. മദറിന്റെ, ടിയുടെ അമ്മയാണല്ലോ ആറിന്റെ ബ്രദർ ആണ് ക്യൂവിന്റെ മകളാണ് P. അപ്പോൾ മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ആണ് ആരെന്ന് പറയുന്നത് P എന്ന് പറയുന്നത്. അത് നമ്മുടെ ശ്രദ്ധ ഒരു മിനിറ്റ് ഒന്ന് തെറ്റിപ്പോയാൽ കൺഫ്യൂഷൻ ആവുന്ന സിമിലർ ആയിട്ടുള്ള ചില എന്തുകൾ തരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഓപ്ഷൻസ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയിട്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം മക്കളെ. ഒന്ന് എല്ലാവരോടും ചെയ്യും. ഞാനും നിങ്ങളുടെ കൂടെ ഒന്ന് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്ന് വിചാരിക്കുക. ബി ഹാഷ് എൽ എന്താ മക്കളെ? ബി ഈസ് ദ മദർ ഓഫ്, ബി ഹാഷ് എൽ എന്ന് വെച്ചാൽ ബി ഈസ് ദ മദർ ഓഫ് എൽ. ബി ഈസ് ദ മദർ ഓഫ് എൽ. ബി ഹാഷ് എൽ എന്ന് വെച്ചാൽ ബി ഈസ് ദ മദർ ഓഫ് എൽ. ഇനി എൽ ഡോളർ എസ്, എൽ ഡോളർ സി. എന്താണ് എൽ ഡോളർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് സി. എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് സി. ഓക്കെ, എൽ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് സി. ഇനി സി ഹാഷ് ക്യൂ, വീണ്ടും സി ഹാഷ് ക്യൂ. എന്താണ്? സി ഈസ് ദ മദർ ഓഫ് ക്യൂ. സി ഈസ് ദ മദർ ഓഫ് ക്യൂ. എന്താ മക്കളെ ഓപ്ഷൻ? ക്വസ്റ്റ്യൻ എന്താ? ബേസ്ഡ് ഓൺ ബി റിലേറ്റഡ് ടു സി. സിയുടെ ആരാണ് ബി? സിയുടെ പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയല്ലേ? ഹസ്ബൻഡ്സ് മദർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഡയഗ്രാം വരച്ചാൽ അതിൽ നിന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയഗ്രാം തെറ്റാതെ വരയ്ക്കണം. എന്നിട്ട് ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ സിയുടെ ആരാണ് ബി എന്ന് കൃത്യമായി ആ ഡയഗ്രാം നോക്കി മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ബ്ലഡ് റിലേഷൻ കുറച്ച് പാടായിട്ടുള്ള ആളുകളുണ്ട് പല രീതിയിൽ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേ പല രീതിയിൽ ഡൗട്ടുകൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ബേസിക്കലി വളരെ മലയാളത്തിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ക്ലാസ്സുകൾ മലയാളത്തിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലും നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതിൽ തന്നെ ഇത് ചെറുതൊക്കെ വളരെ പതുക്കെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും മക്കളെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, പെട്ടെന്ന് ചാടി വന്നിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. എല്ലായിടത്തും ഇപ്പം മെയിൻ ചാനൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഏത് ക്വസ്റ്റ്യൻ എടുക്കുക എന്ന് പറഞ്ഞാലും ചുമ്മാ അങ്ങ് എടുത്താൽ പോരാ. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയും സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലുള്ള പരിപാടികൾ, ഒന്ന് നോക്കിയൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഒരു വിഷമവും ഇല്ല. പറഞ്ഞു തരുന്നതിനകത്ത് യാതൊരു മടിയില്ല. തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഓക്കെ, അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് കോഡിങ് സീരീസ് പോലെയുള്ള ക്ലാസ്സുകളാണ് ചെയ്തത്, അല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അതിലേക്ക് തന്നെ പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ ഏജ്ഡ് എന്നൊരു വേർഡിനെ 7613 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. EARG എന്ന് പറയുന്നൊരു വേർഡിനെ 1236 എന്നാണ് കോഡ് ചെയ്യുന്നത്. എടാ അങ്ങനെയാണ് വാട്ട് ഈസ് ദ കോഡ് ഫോർ? ആറിന്റെ കോഡ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇവിടെയും കോമൺ ആയിട്ടുള്ള വേർഡുകളും ലെറ്ററുകളും ഇവിടെയും കോമൺ ആയിട്ടുള്ള നമ്പറുകളും ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കി ആദ്യം കോമൺ ആയിട്ടുള്ള ലെറ്ററുകൾ ഏതൊക്കെയാണ്? എ കോമൺ ഉണ്ട്, ഇ കോമൺ ഉണ്ട്, പിന്നെന്ത് ജി കോമൺ ഉണ്ട്, ഇ കോമൺ ഉണ്ട്, എ കോമൺ ഉണ്ട്, ജി കോമൺ ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? മാർക്ക് ചെയ്തേ മക്കളെ. 3 കോമൺ ആയിട്ടുണ്ട്, 1 കോമൺ ആയിട്ടുണ്ട്, 6 കോമൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി ഒരേ ഒരു ലെറ്ററേ ഉള്ളൂ, ആരാ? 6. ഇവിടെ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, ആരാ? 2. അപ്പോൾ വളരെ ക്ലിയർ ആണ്. R ഡിനോട്ട് ചെയ്യുന്ന ആരെയാണ്? 2വിനെയാണ്. D ഡിനോട്ട് ചെയ്യുന്ന ആരെയാണ്? 7നെയാണ്. അപ്പോൾ ഉത്തരം എന്താണ്?
2 ആണ്. വളരെ സിമ്പിളായിട്ട് കോഡിങ്ങിന്റെ ഒരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കരമായി കോഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷെ വളരെ നിസാരമായ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസമാണ്. നമുക്ക് കുറച്ച് സമയത്തിനകത്ത് ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് റീസണിങ്ങിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. 30 സെക്കൻഡിൽ താഴെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. TDZM, ടിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലെറ്റർ. T 8നെ ഡിനോട്ട് ചെയ്യുന്നു, D 24നെ ഡിനോട്ട് ചെയ്യുന്നു, Z 2നെ ഡിനോട്ട് ചെയ്യുന്നു, M എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? 15നെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ അതേ ലെറ്ററുകളൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ അതേ ലെറ്ററുകളല്ല കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന വേടിനകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാല്യൂസ് ആ ലെറ്ററുകൾക്ക് ഫിക്സഡ് ആയിട്ട് കൊടുത്തിരിക്കുകയല്ല. ഇനി ടിയും 8ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ടിയുടെ പ്ലേസ് വാല്യൂ അല്ല 8, പക്ഷേ ടിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്റർ ആരാ? 7. അതിൻ്റെ ഒപ്പം +1 കൂട്ടിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 8 അല്ലടാ കിട്ടിയേ. ഈ ലോജിക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ടിയുടെ ഓപ്പോസിറ്റ് കിടന്നത് ആരാണ്? 7. അതായത് ടിക്ക് ഓപ്പോസിറ്റ് വന്ന ലെറ്റർ ജി ആണ്, അതിന്റെ പ്ലേസ് വാല്യൂ 7. അതിന്റെ ഒപ്പം 1 കൂട്ടിയപ്പോൾ 8 കിട്ടി. ഡിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്റർ ആരാ? ഡി ആരാ? W. ഡബ്ല്യുവിന്റെ പ്ലേസ് വാല്യൂ എത്ര? 23. അതിന്റെ ഒപ്പം ഒന്നുകൂടെ കൂട്ടിയപ്പോൾ നമുക്ക് അടുത്ത ലെറ്റർ ആയി 24 കിട്ടി. ഇനി എന്താ? ഇസഡിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ? എയുടെ ഒപ്പം 1 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതേ പരിപാടി ഇവിടെ അപ്ലൈ ചെയ്യും മക്കളെ. എച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ലെറ്റർ ആരാ? എസിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 കിട്ടി. ഇനി എന്താ അടുത്തത്? എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്റർ ആരാ? ഇസഡിന്റെ ഒപ്പം ഒന്നുകൂടെ കൂട്ടി അതാ 27. ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഉണ്ടോ? 20, 27 ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുവാണെങ്കിൽ എല്ലാത്തിന്റെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്തി എന്ത് ചെയ്യാം? ആ ലോജിക്ക് മനസ്സിലായ അതിൽ നിന്ന് പിടിച്ചു പോകാനായിട്ട് സാധിക്കും. ഈ ഒരു സാധനം പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? കോഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അനലോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരീക്ഷയ്ക്ക് കിട്ടുന്നുണ്ട്. സോ എന്താ 26 ആൽഫബറ്റ്സും അവയുടെ പ്ലേസ് വാല്യൂസും നന്നായി പഠിക്കുക. അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാമെങ്കിൽ, അത് എഴുതുന്ന രീതി ഇതുപോലെ ഒന്ന് എഴുതുന്ന രീതിയും പഠിച്ചു വെക്കാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കാണാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇനി എ സർട്ടൺ കോഡ് ലാംഗ്വേജ്, ഇതൊരു കമ്പാരിസൺ ടൈപ്പ് കോഡിങ് ആണ്. ക്യാൻ ഐ ഗോ എന്താ? PRNTGS. എന്താണ് അടുത്തത്? ഈസ് അല്ല, ഹി ക്യാൻ സ്വിം. എന്താണ്? LIEDPR. ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ എന്തിനാ ഡിനോട്ട്? ക്യാൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വേർഡ് ആരാ? ഒരു ലെറ്റർ കോമ്പിനേഷൻ ആരാ? PR. വളരെ സിമ്പിൾ അല്ലേടാ PR ആണെന്ന്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് 10 സെക്കൻഡിൽ താഴെ ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപിടിച്ച് പറ, പെട്ടെന്ന് പറ. വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറ്റുന്നല്ലേ ഉള്ളൂ. എന്താ? സൺ ഈസ് ഹോട്ട്. വളരെ കൊച്ചു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ GDയുടെ ക്വസ്റ്റ്യൻസിനകത്ത്. എല്ലാം പാടൊന്നുമല്ല. മൂൺ ഈസ് ബ്യൂട്ടിഫുൾ. LAIKZY. ഓക്കെ, അപ്പൊ എന്താ? ഇവിടെയും ഈസുണ്ട്, ഇവിടെയും ഈസുണ്ട്, ഇവിടെ ആരുണ്ട്? LA ഉണ്ട്. അല്ല വേറെ ആരും ഇല്ലല്ലോ കോമൺ ആയിട്ട്? ഇല്ല. അപ്പോൾ വളരെ കൃത്യമാണ്, LA ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് നിസ്സാരമായ ക്വസ്റ്റ്യൻസ് മക്കളെ. ഇതൊന്നും ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് എടുത്തിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോഡിങ്ങിൽ നിന്നുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഒക്കെ നിസ്സാരമായി നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ സീരീസ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒന്നും തോന്നാത്ത ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 800, 789, 767, 734. ഞാൻ കുറേ നമ്പർ സീരീസുകൾ നോക്കി. എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പിന്നെ 1-2 ചുമ്മാ അങ്ങ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 800, 789. 800 - 789 എത്ര വരുന്നത് മക്കളെ? 1, 9 പോയി 1, 11 ഡിഫറൻസ് വരുന്നത്. 789 - 767 എത്ര വരുന്നത് മക്കളെ? 2, 2. എത്ര ഡിഫറൻസ് വരുന്നത്? 22. അപ്പൊ ആ പോകുന്ന പോക്കനുസരിച്ച് 33, 44, 55, 66. അപ്പൊ 635 നിന്ന് 66 ഡിക്രീസ് ചെയ്യുമ്പോൾ 15 6 പോകുമ്പോൾ 9, 12 6 പോകുമ്പോൾ അല്ല 12 569 അല്ലേ? 529 ഉണ്ടല്ലോ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 500. അപ്പോൾ ഡിഫറൻസ് എന്താ? 11, 22, 33, 44, 55, 66 അങ്ങനെ പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് അല്ലായിരുന്നു?
ഞാൻ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഞാൻ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം വേണ്ടി ക്വസ്റ്റ്യൻസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മുടെ SSCയുടെ നല്ല ലെവലുള്ള സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കൈൻഡ് പഠിച്ചു പോവുക. 22ഉം 25ഉം 5 കൂടി, 22 27, 10 കൂടി, 15 കൂടി, 20 കൂടി, 25 കൂടി, എത്ര 72 + 25 എത്ര വരുന്നത്? 5 2 7, 7 2 9, 97. ആൻസർ ഓപ്ഷൻ ഡി. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സിൽ ഉത്തരം കിട്ടുന്ന നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹമുണ്ട കാര്യമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? CZV. എടാ ഇവിടെ വരുന്നത് എന്താ? നമ്മുടെ ആൽഫബറ്റുകളുടെ സീരീസാണ്. ഇത് വളരെ എളുപ്പമാണ്. IXT LWS ഇങ്ങനൊരു കോമ്പിനേഷൻ പോകുന്നു. ആൽഫബറ്റുകളുടെ CF ആവുന്നു, ഫസ്റ്റ് ലെറ്ററുകൾ എടുത്ത് പോകുന്നു. FI ആവുന്നു, IL ആവുന്നു. അടുത്ത എന്ത് വരും? CF ആവുന്നു. CF ആവുന്നു വെച്ചാൽ 1 2 3 കൂടി എന്നല്ലേ? FI ആയി 1 2 3 3 കൂടി എന്നല്ലേ? IL ആയി 1 2 3 കൂടി എന്നല്ലേ? അപ്പൊ L അവിടുന്ന് 1 2 3 എന്ത് വരണം? O വരണം. ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതുണ്ട്? 2 എണ്ണേ ഉള്ളൂ. അപ്പൊ ഇതും അല്ലാന്ന് പെട്ടെന്ന് തന്നെ അറിയാം. അപ്പൊ അടുത്ത ഓക്കെ, ZY, ഇസഡിൽ നിന്ന് Y, Yയിൽ നിന്ന് X, Xൽ നിന്ന് W, അപ്പൊ Wയിൽ നിന്ന് V വരുന്ന ഏതുണ്ട്? ഇതാ ഇതല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഇത് 3ഉം കട്ട് ചെയ്ത് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ? പാടുവല്ലോ ഉണ്ടോ? നിസാരമായിട്ട് നമുക്ക് ഉത്തരത്തിൽ എത്താൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു. ഓക്കെ, അപ്പം നമുക്കെല്ലാം ബുദ്ധിമുട്ടെന്നുള്ളത് മാത്രമല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ റീസണിങ്ങിൻ്റെ ഭാഗമായിരുന്നു. EBF, FCG, GDH, HEI. പറ അടുത്ത് എന്ത് വരണം? EFGHI, ഐയിൽ തുടങ്ങണം. അടുത്തെന്താ? BCDEF. IFൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ മക്കളെ? IFൽ വരുന്ന ആണ്. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? വളരെ സിമ്പിളായിട്ട് ഒരു പാടും എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ZLER എന്ന് പറയുന്ന വേർഡിനെ കോഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോഡിംഗ് ആണ്. BJBT എന്ന് മാറ്റി. ZBI. ZB ആവണമെങ്കിൽ 1 2 2 കൂടി. LJI എന്ന് പറഞ്ഞാൽ 1 2 കുറയാണ്. സോറി, ഇവിടെ 2 കുറഞ്ഞു. ഓക്കെ, ZB ആണ്. LJI എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് അല്ല, 2 കൂടി 2 കുറഞ്ഞു. EBI. ഓക്കെ, EBI എന്ന് പറയുമ്പം അല്ല വ്യത്യാസം ഉണ്ടല്ലോ. EBI എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? 1 2 3 ഇൻ എ സർട്ടൺ കോഡ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡർ BJBT. ഓക്കെ, നമുക്ക് നോക്കാം. ZBI. ഓക്കെ, ഇങ്ങനെ വന്നു. പിന്നെന്താ മക്കളെ വന്നേ? LJI. ഓക്കെ, വന്നു. അടുത്ത എന്താണ്? EBI എന്ന് പറയുമ്പോൾ 1 2 3. ഓക്കെ, 3 കുറഞ്ഞു. അടുത്ത എന്താ? RTI എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വരുന്നത് 2 കൂടി. Lൽ നിന്ന് Jയിലോട്ട് പോയപ്പോൾ 2 കുറഞ്ഞു. Eയിൽ നിന്ന് Bയിലോട്ട് പോയപ്പോൾ 1 2 3 കുറഞ്ഞു. Rൽ നിന്ന് Tയിലോട്ട് പോയി. Rൽ നിന്ന് Tയിലോട്ട് പോകുമ്പോൾ 1 2 2 കൂടി. നമുക്ക് അടുത്തൂടെ നോക്കാം. ഏതാണ്? NDSG, PBPI. ഓക്കെ, നമുക്ക് നോക്കാം. NPI എന്ന് പറയുമ്പോൾ 2 കൂടി. DBI എന്ന് പറയുമ്പോൾ 2 കുറഞ്ഞു. SPI എന്ന് പറയുമ്പോൾ 1 2 3 കുറഞ്ഞു. അപ്പോൾ ഈ ലോജിക്ക് വെച്ച് നോക്കിയാൽ പോരാടാ. YIHB എന്ന് വെച്ചാൽ വൈയുടെ അവിടുന്ന് 2 കൂടി അല്ലേ? 2 കൂടണം. വൈയുടെ അവിടുന്ന് 2 കൂടുമ്പോൾ A വരണം. A വെച്ച് തുടങ്ങുന്നതാ ഇതാ. ഇതും അപ്പോഴേ കട്ട് അല്ല. പിന്നെന്താ? 2 കൂടി. അടുത്ത 2 കുറയണം. 2 കുറഞ്ഞു. ഐയുടെ അവിടുന്ന് 2 കുറഞ്ഞു. അപ്പോൾ എന്താവണം? G ആവണം. AG തുടങ്ങുന്നതുണ്ട്. ഓക്കെ, ഇതല്ലേ ഉള്ളടാ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കണം, കാരണം തെറ്റിപ്പോകരുത്.
ഇതെങ്ങനെ ഇങ്ങനെ മാറി ഇതെങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത് കൃത്യമായിട്ട്. അപ്പം +2 -2 -3 +2 എന്ന കോമ്പിനേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, OQUT എങ്ങനെ മാറി മക്കളെ? QSWV. OQI എന്ന് പറഞ്ഞാൽ 2 കൂടി, QSI വീണ്ടും 2 കൂടി, UWI 2 കൂടി. അപ്പോൾ ഇവിടെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, എല്ലാം തമ്മിൽ 2 കൂടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ZBFE എങ്ങനെയാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇസഡിൽ നിന്ന് 2 കൂടി എന്ത് വേണം? ബി വരണം. ബിയിൽ നിന്ന് 2 കൂടി ഡി വരണം. BD-യിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? എല്ലാം BD തുടങ്ങുന്ന ഒന്ന് കൂടെ ഉണ്ട്. അടുത്ത ഈ എഫിൽ നിന്ന് 2 കൂടി, എഫിൽ നിന്ന് 2 കൂടുക എന്ന് പറയുമ്പോൾ ഒന്ന് H, BDH. ഓക്കെ, BDH എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഇതല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നിരിക്കുന്ന കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സമയം കുറയ്ക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഈ ക്ലാസ് പറഞ്ഞു തരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിനകത്ത് കുറച്ച് ക്ലാരിറ്റി വിഷയം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സജഷൻസോ ഒക്കെ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ പ്ലേലിസ്റ്റുകൾ കിടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മെയിൻ ചാനലിനകത്ത് 2021 ക്ലാസ്സുകൾ ഏകദേശം ഒരു 80ഓളം ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മെയിൻ ചാനലിനകത്ത് 2022 100ഓളം ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു 80ഓളം ക്ലാസ്സുകൾ, ഇവിടെ ഒരു 100ഓളം ക്ലാസ്സുകൾ, അതുപോലെ തന്നെ 2023-24 ഒരു 82ഓളം ക്ലാസ്സുകൾ. ഇത്രയും ക്ലാസ്സുകൾ കണ്ടന്റ് പഠിക്കാനായിട്ട് കിടപ്പുണ്ട്. പ്രാക്ടീസ് ചെയ്തോണം. കൂടാതെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആർമി ചാനലിൽ തന്നെ ഏകദേശം 90ഓളം ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോഴത്തെ റിവിഷൻസ് വരുന്നത്. ഇത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാൻ ഇന്നും നമ്മുടെ അക്കാഡമിയിൽ വന്ന ചില വിദ്യാർത്ഥികളെ കാണുകയുണ്ടായി. അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അല്ലെങ്കിൽ കുറേ പേർക്ക് ഇന്ന് നേരിട്ട് തന്നെ വന്ന കുറച്ച് പിള്ളേർ അവർ നമ്മളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം മാത്രമേ ഉള്ളൂ. GD-യുടെ എക്സാം അല്ല, വലിയ ടഫ് എക്സാം ഒന്നും അല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോര്. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പുതിയ ഓഫ്ലൈൻ ബാച്ചൊക്കെ അടുത്ത മാസം ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞ ഉടനെ പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്, പുതിയ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വർഷം ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്ത് തരാൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം.